പഠിക്കാൻ പ്രായമൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇനി പ്രായം മറന്ന് SSLC+2 നേടിയെടുക്കാം. അതും വെറും 6 മാസം കൊണ്ട്. ലോകത്തിൽ എവിടെയിരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NOS ഏപ്രിൽ 2025 എക്സാം ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഏപ്രിൽ 2025 കുട്ടികൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ എക്സാം ഫീ അടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാം ഫീ അടക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എക്സാം ഫീ അടക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ എല്ലാ ക്രൈറ്റീരിയാസ് ആണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. NOS ഏപ്രിൽ 2025 അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്തിരുന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ TMA ചെയ്യാനായിട്ടുണ്ട്. TMA വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സുകൾ പ്രോപ്പറായിട്ട് വന്നിട്ടില്ല, കുട്ടികൾക്കുള്ള മെറ്റീരിയൽസുകൾ പ്രോപ്പറായിട്ട് ഇട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കുട്ടികൾ ഇപ്പോൾ നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമുക്ക് എക്സാം നടക്കാൻ ഇനിയും നമുക്ക് ഒരു 4-5 മാസം സമയം കിടപ്പുണ്ട്. എന്നാലും നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് തന്നെ മെറ്റീരിയൽസ് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള TMA വർക്കുകൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷ ഫീസ് അടക്കണം. എന്നാൽ പരീക്ഷ ഫീസ് ഒക്കെ ഇപ്പോൾ NOS ഡിപ്പാർട്ട്മെന്റ് കുറച്ച് മുമ്പ് തന്നെ വാങ്ങുന്ന രീതിയിലാണ്. സാധാരണഗതിയിൽ NOS എക്സാമിന്റെ ഒരു 2 മാസം മുമ്പൊക്കെ ആയിരിക്കും അതിന്റെ എക്സാം ഫീ ഒക്കെ വാങ്ങിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ മുമ്പത്തെ ബാച്ച് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ഫീ കുറച്ച് നേരത്തെ വാങ്ങുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഏപ്രിൽ 2025 കുട്ടികൾക്കും എക്സാം ഫീ നേരത്തെ വാങ്ങുന്ന ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്ന് മുതൽ എന്ന് വരെയാണ് നമുക്ക് എക്സാം ഫീ അടക്കാൻ പറ്റുക, അതുപോലെ തന്നെ അതിൽ ഫൈൻ കൂടിയിട്ട് അടക്കുന്ന സമയം എത്രയാണെന്നുള്ളതൊക്കെ നോക്കാം. അപ്പൊ അത് എന്താണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് മക്കളെ നമ്മൾ പറയുന്നത് എക്സാം ഫീ അടക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഒരുപാട് പേര് ഇത് അറിയാതെ പോകും. എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ഫൈനൊക്കെ കൂടിയിട്ട് കൺസോളിഡേറ്റഡ് ഫൈൻ 1500 രൂപയ്ക്ക് എക്സ്ട്രാ ഫീ അടച്ചിട്ടൊക്കെ കുട്ടികൾ പരീക്ഷ എഴുതേണ്ട ഒരു പ്രയാസം വരും. അത് വേണ്ട, നമുക്കിപ്പോൾ പോർട്ടലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, അത് അടക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ നോട്ടിഫിക്കേഷനിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത് നോക്കൂ, നമുക്ക് എക്സാം ഫീ അടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ points to remember while paying exam fee for May 25 public examination of secondary and senior secondary course. 10th class +2 വേണ്ടിയിട്ട് ഏപ്രിൽ 2025 പരീക്ഷ എഴുതുന്ന കുട്ടികൾ പരീക്ഷയുടെ ഫീ അടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആർക്കൊക്കെയാണ് ഈ എക്സാം ഫീ അടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമുക്ക് ഫ്രഷ് ലേണേഴ്സിനെ കുറിച്ച് പറയാം. ലേണേഴ്സ് ഓഫ് NOS രജിസ്റ്റേർഡ് ഇൻ സെക്കൻഡറി 10th class ആൻഡ് സീനിയർ സെക്കൻഡറി +2 കോഴ്സസ്. +2ലും 10th classലും NOS രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ഏത് സ്ട്രീമിലാണ്? സ്ട്രീം 1 ബ്ലോക്ക് 1 ഓഫ് 2024. അതായത് എന്നാണോ നമ്മുടെ കുട്ടികളുടെ പബ്ലിക് എക്സാം പരീക്ഷ നടക്കുന്നത് അടുത്ത ഏപ്രിൽ മെയ് 2025. ഓക്കെ, ഇനി വരുന്ന ഏപ്രിൽ മെയ് 2025 ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത ഫ്രഷ് ലേണേഴ്സിനാണ് ആ എക്സാം ഫീ എലിജിബിൾ ടു പേ ദ എക്സാം ഫീ, പരീക്ഷ ഫീസ് അടക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ NOS ഏപ്രിൽ 2025 ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും അവർക്ക് ഇപ്പോൾ അവരുടെ എക്സാം ഫീ അടച്ചു തുടങ്ങാം. അതിന്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാം ഫീ മസ്റ്റ് ബി പെയ്ഡ് ബൈ ദ ലേണേഴ്സ് ഓഫ് NIOS രജിസ്റ്റേർഡ് ഇൻ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി. അതായത് നമ്മൾക്ക് എക്സാം ഫീ അടക്കാൻ പറ്റും. നമ്മൾ ഫ്രഷ് ലേണേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഫ്രഷ് ലേണേഴ്സ് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് 2025 ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് എഴുതാം. അപ്പോൾ നമ്മളോട് ഒരുപാട് കുട്ടികൾ ചോദിക്കും, സാറേ ഞങ്ങൾ അതിനു മുമ്പ് എക്സാം ഫീ അടക്കാൻ വിട്ടുപോയി, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് അന്ന് എക്സാം എഴുതാൻ പറ്റില്ല, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് ചോദിക്കുന്ന കുട്ടികൾക്കാണ് ഈ നോട്ടിഫിക്കേഷൻ. എക്സാം ഫീ മസ്റ്റ് ബി പെയ്ഡ് ബൈ ദ ലേണേഴ്സ് ഓഫ് NOSന്റെ മുമ്പുള്ള ലേണേഴ്സ്. ഏത്? സ്ട്രീം 1 ബ്ലോക്ക് 2. സ്ട്രീം 1 ബ്ലോക്ക് 2 2023 സ്ട്രീം 1 ബ്ലോക്ക് 2 പരീക്ഷ ഫീ അടച്ചിരുന്ന് എഴുതി അല്ലെങ്കിൽ പരീക്ഷ ഫീ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ഈ ബാച്ചിന്റെ കൂടെ എക്സാം ഫീ അടക്കാൻ പറ്റും. അവർക്കും അവരുടെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രീം 1 ബ്ലോക്ക് 2 2023 രജിസ്റ്റർ ചെയ്ത് വെച്ചു, എക്സാം ഫീ അടച്ചില്ല, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തു എക്സാം ഫീ അടച്ചു, അല്ലെങ്കിൽ എക്സാം ഫീ അടച്ചിട്ട് പിന്നെ എക്സാം എഴുതാൻ പറ്റില്ല. അങ്ങനെ പല കേസുള്ള കുട്ടികൾക്കും കൂടെ ഈ ഒരു ബാച്ചിന്റെ കൂടെ എക്സാം ഫീ അടക്കാൻ പറ്റും. ബട്ട് നോട്ട് പ്രയർ ടു ഏപ്രിൽ 2020. അതായത് 2023 അതിന്റെ മുമ്പ് 2020 മുമ്പുള്ള ആളുകൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ 2023 വരെയുള്ള ആളുകൾക്ക് എടുക്കാം, പക്ഷേ 2020 ശേഷമുള്ള ആളുകളായിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പ്രത്യേകം കണ്ടീഷൻ പറയുന്നത്. 2020 മുമ്പുള്ള ആളുകൾക്ക് ഓൾറെഡി അത് എക്സ്പയർ ആയിട്ടുണ്ടാവും, അപ്പോൾ അവർക്ക് ഈ ഒരു എക്സാം ഫീ അടക്കാനുള്ള പോർട്ടൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ സ്ട്രീം 1 ബ്ലോക്ക് 2 2023 അതിന് മുമ്പോ എക്സാം ഫീ അടക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികൾക്ക്, അതായത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും 2023 മുമ്പൊക്കെ, പക്ഷേ എക്സാം ഫീ അടച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് എക്സാം ഫീ അടച്ചിട്ടും പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല. അവർക്ക് ഈ ബാച്ചിന്റെ കൂടെ പരീക്ഷ ഫീ അടക്കാൻ പറ്റും. പക്ഷേ 2020
മുമ്പുള്ള കുട്ടികളാണെങ്കിൽ അത് എക്സ്പയർ ആയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ആർക്ക് അടക്കാൻ പറ്റുക? എക്സാം ഫീ മസ്റ്റ് ബി പെയ്ഡ് ബൈ ദ ലേണേഴ്സ് ഓഫ് NIOS രജിസ്റ്റർഡ് ഇൻ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി കോഴ്സസ് അണ്ടർ സ്ട്രീം 2. അപ്പോൾ സ്ട്രീം 1 ബ്ലോക്ക് 2 എന്ന് പറയുന്നത് കണ്ടില്ലേ, നമ്മളുടെ നോർമൽ സ്ട്രീം തന്നെയാണല്ലേ, നോർമൽ സ്ട്രീമിലുള്ളതാണ്. പക്ഷേ സ്ട്രീം 2 എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമുക്ക് വരുന്നുണ്ട്. സ്ട്രീം 2 ഒക്കെ 2024 എഴുതി ആ ഒരു സ്ട്രീം 2 2024 രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ടാവും, അവർക്കും എക്സാം ഫീ അടക്കാൻ പറ്റും. പക്ഷെ ആർക്ക് പറ്റില്ല? 2021 മുമ്പുള്ള ആളുകൾക്കാണെങ്കിൽ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സ്ട്രീം 1 എന്ന് പറയുന്നത് ബ്ലോക്ക് 1 പറയുന്നത് ഏപ്രിൽ മെയ്, സ്ട്രീം 1 ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഒക്ടോബർ ബാച്ച്. സോ ഒക്ടോബർ ബാച്ച് 2023 ആണ് ഈ വർഷം നോക്കുക. 2023 ഒക്ടോബർ ബാച്ചിലോട്ടൊക്കെ പരീക്ഷ എഴുതാൻ പറ്റാത്ത ആളുകൾ, ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പരീക്ഷ ഗൾഫിലൊക്കെ ഉള്ള കുട്ടികൾ, പ്രവാസികളൊക്കെ എഴുതാൻ വരാൻ പറ്റാതൊക്കെ മിസ്സായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ നോട്ടിഫിക്കേഷൻ പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. നമ്മൾ ബാസ് സ്റ്റഡി സെന്ററിലെ കുട്ടികൾക്ക് ബാസ് സ്റ്റഡി സെന്ററിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഉള്ളൂ. നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ അവർക്ക് അടക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അവിടെ ചെക്ക് ചെയ്ത് പറഞ്ഞു തരും. സോ ഡോണ്ട് വറി, ഞാൻ നോട്ടിഫിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പറയുമ്പോൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. ഇത്രയും കുട്ടികൾക്കാണ് ഇത് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സോ സ്ട്രീം 2 2024 അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എഴുതാം. പക്ഷേ 2021 മുമ്പുള്ളവരാണെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, സോ അത് അവിടെ എക്സ്പയർ ആയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പേർക്കാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഏപ്രിൽ മെയ് 2025 ഫ്രഷ് ലേണേഴ്സ് എല്ലാവർക്കും പരീക്ഷ ഫീസ് അടക്കാനുള്ള പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതേപോലെ സ്ട്രീം 1 ബ്ലോക്ക് 2 2023 മുമ്പുള്ള ആളുകൾക്കാണെങ്കിൽ 5 വർഷത്തിനുള്ള കുട്ടികൾക്കും എഴുതാൻ പറ്റും. സ്ട്രീം 2 2024 അതിന് മുമ്പ് 2021 ശേഷമുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്കും പറ്റും. ഓക്കെ, സോ അത്രയും കുട്ടികൾക്കാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു നോർമൽ എക്സാം എഴുതാൻ പറ്റുന്നത്. ഇനി നമ്മളോട് പറയുന്ന ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള, മാൻഡേറ്ററി എന്ന വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മാൻഡേറ്ററി ഗ്യാപ്പ് ഓഫ് മിനിമം 2 years ബിറ്റ്വീൻ പാസിംഗ് 10. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ് പാസ്സായിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കണം നമുക്ക് +2. ഇത് നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്. ചില കുട്ടികളുണ്ടാവും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 6 മാസമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഈ കോഴ്സ് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 4 വിഷയങ്ങൾക്ക് ഫീ അടച്ചാൽ മതി. 5 ഫീ അടച്ചിട്ടും കാര്യമില്ല, നമുക്ക് 4 വിഷയങ്ങൾ അവർ പാസ്സാക്കി തരത്തുള്ളൂ. സോ മാൻഡേറ്ററി ഗ്യാപ്പ് ഓഫ് മിനിമം 2 years, 2 വർഷത്തെ ഗ്യാപ്പ് കാണിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് നമ്മൾ പരീക്ഷ ഫീസ് അടക്കുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. സോ ആ ഗ്യാപ്പ് ഇല്ലാത്ത കുട്ടികളാണ്. ഇപ്പോൾ 2023 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ 4 വിഷയങ്ങൾക്ക് മാത്രം ഫീ അടച്ചായി. ലേണേഴ്സ് ഓഫ് സീനിയർ സെക്കൻഡറി കോഴ്സ് ഹു passed their class 10 after 2023, 2023 ശേഷമാണ് അവർ 10ാം ക്ലാസ് പാസ്സായത്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ +2 അഡ്മിഷൻ എടുത്ത് പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ, ഓക്കെ, ഇൻ ഒക്ടോബർ 2023, ഏപ്രിൽ 2024 ഓർ ഒക്ടോബർ 2024 ഈ 3 ബാച്ചുകളിലായിട്ട് 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾ ഏതൊക്കെ ബാച്ചാ? ഒക്ടോബർ 2023 ഏപ്രിൽ 2024 ഒക്ടോബർ 2024 10ാം ക്ലാസ് പാസ്സായിട്ട് +2 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ, ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് 2025 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഷോൾ പേ ദ എക്സാം ഫീ ടു അപ്പിയർ ഇൻ ദ പബ്ലിക് എക്സാം ഓഫ് സീനിയർ സെക്കൻഡറി കോഴ്സ് ഇൻ ഏപ്രിൽ മെയ് 2025 ഫോർ നോട്ട് മോർ ദാൻ 4 സബ്ജക്ട്. 4 സബ്ജക്ട് മാക്സിമം എടുത്താൽ അതിന് മുകളിൽ എടുക്കരുത്. കാരണം 5 സബ്ജക്ട്സ് പാസ്സായാൽ നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. പക്ഷേ 5 സബ്ജക്റ്റ് അവർ പാസ്സാക്കത്തില്ല, 1 സബ്ജക്റ്റ് അവരവിടെ ഹോൾഡ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഹോൾഡ് ചെയ്തിരുത്തി നമ്മൾ വിജയിച്ചാലും പിന്നീട് പ്രായം നമുക്ക് ആ ഒരു ഗ്യാപ്പ് വരുമ്പോൾ അത് പാസ്സാക്കി തരില്ല. നമ്മൾ വീണ്ടും പരീക്ഷ ഫീസ് അടച്ചാൽ എഴുതേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് മുൻകൂറായിട്ട് അവർ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. 2023 ഒക്ടോബർ ബാച്ചിൽ NIOS 10ാം ക്ലാസ് പാസ്സായ കുട്ടിയോ, ഏപ്രിൽ 2024 ബാച്ചിൽ 10ാം ക്ലാസ് പാസ്സായ കുട്ടിയോ, ഒക്ടോബർ 2024 10ാം ക്ലാസ് പാസ്സായ കുട്ടിയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവരുടെ എക്സാം ഫീ 4 സബ്ജക്ട്സിന് മുകളിൽ അടയ്ക്കരുത്. ഓക്കെ, അടച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ആ പൈസ പോകും, തിരിച്ചിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ 4 സബ്ജക്ട്സ് അടച്ചാൽ മതി. ബാക്കി 1 സബ്ജക്റ്റ് അവർക്ക് ആ ഗ്യാപ്പ് ആകുമ്പോൾ അടച്ചു കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻക്ലൂഡിങ് ഓൾറെഡി പാസ് സബ്ജക്ട്സ്. അതിൽ പാസ്സായ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ TOC ഒക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സോ റിസൾട്ട് ഓഫ് മോർ ദാൻ 4 സബ്ജക്ട്സ് വിൽ നോട്ട് ബി ഡിക്ലെയർഡ്. കാരണം അങ്ങനെ നിങ്ങൾ ഫീ അടച്ചാലും പരീക്ഷ എഴുതി ജയിച്ചാലും ഒക്കെ നിങ്ങൾക്ക് 4 സബ്ജക്റ്റിൻ്റെ റിസൾട്ട് മാത്രമേ അവർ ഡിക്ലെയർ ചെയ്യുള്ളൂ. അതിന് മുകളിലോട്ട് അവർ ഡിക്ലെയർ ചെയ്യില്ല. അത് മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരാണ്. സോ നമ്മൾ 5 വിഷയങ്ങൾ എഴുതിയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ എഴുതാൻ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷേ റൂൾ ഇങ്ങനെയാണ്. ഓക്കെ, എഴുതാനൊക്കെ പറ്റും, ഫീസൊക്കെ അടക്കാനൊക്കെ മേടിച്ചു വെക്കും, പരീക്ഷയൊക്കെ നടത്തും. പക്ഷേ നമുക്ക് റിസൾട്ട് വരുമ്പോൾ 4 വിഷയങ്ങൾക്കുള്ളത് മാത്രമേ പരിഗണിക്കുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ നോക്കട്ടോ, ഈ ഒരു 3 ബാച്ചുകളിലായിട്ട് 10ാം ക്ലാസ് പാസ്സായ പൂർത്തീകരിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾ 4 സബ്ജക്റ്റിന് മാത്രമേ ഫീ അടക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്തെല്ലാം ഇപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. സോ നമ്മൾ ഓൾറെഡി പറയുന്നതാണ് 4 വിഷയങ്ങൾ വരെ ഇപ്പോൾ എഴുതാം, 1 സബ്ജക്റ്റ് നമുക്കത് ശേഷം എഴുതാമെന്ന് പറയുന്നതാണ്. സോ അവരും ഇപ്പോൾ നമുക്ക് ഈ 4 പേപ്പറിനായിരിക്കും നമ്മൾ അവർക്ക് ഫീ അടച്ചു കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് ദ ലേണർ വിൽ ഹാവ് ടു പേ ദ എക്സാം ഫീ ടു അപ്പിയർ ഇൻ ദ നെക്സ്റ്റ് പബ്ലിക് എക്സാം ടു കംപ്ലീറ്റ് ദ കോഴ്സ് ഫോർ സർട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ബാക്കി വരുന്ന സബ്ജക്റ്റ് അടുത്ത ബാച്ചിൽ നമുക്ക് എഴുതാം എന്നാണ് പറയുന്നത്, ആ 2 വർഷം ഗ്യാപ്പ് ആക്കുമ്പോൾ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക്
വേറെ ഒരു ഇൻഫർമേഷൻ തരുന്നത് വെച്ചാൽ കോമ്പിനേഷൻ സബ്ജക്ട്സ്, അതായത് ഒരേ പരീക്ഷ ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ആ ഗ്രൂപ്പിലുള്ള സബ്ജക്ട്സ് ഒരേ സബ്ജക്ട്സിനെ രണ്ടെണ്ണമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ പരീക്ഷ നടക്കുന്ന സബ്ജക്ട്സുകളാണെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല, നമ്മളെ കുട്ടികൾക്ക് ഡിഫറെന്റ് എക്സാം വരുന്നതിലുള്ള സബ്ജക്ട്സിലെ കൊടുക്കാറുള്ളൂ. അപ്പോൾ നോ പ്രോബ്ലം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ ഈ നോട്ടിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമാണ്, നമുക്ക് എപ്പോഴാണ് നമ്മുടെ എക്സാം ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്ന് വരെ അടക്കാൻ പറ്റുന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ നമുക്ക് NAOSന്റെ TMA വന്നു. അപ്പോൾ നമുക്ക് TMA സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ID കാർഡ്, ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞാണ് ID കാർഡ് റിസീവ് ചെയ്യണം. ID കാർഡ് റിസീവ് ചെയ്യൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ID കാർഡിലുള്ള തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയമാണ് ഇപ്പോൾ. ഓക്കെ, കാരണം ഈ എക്സാം ഫീ പബ്ലിഷ് ചെയ്ത് എക്സാം ഫീയുടെ പോർട്ടൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ തിരുത്തലുകളൊന്നും സാധ്യമല്ല. ഓക്കെ, അപ്പോൾ അത് എക്സാം ഫീ ഇപ്പം മുൻകൂട്ടി വന്നതുകൊണ്ടാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. NAOSന്റെ ID കാർഡ് ഏപ്രിൽ 2025 കുട്ടികൾ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ എല്ലാവരും നിർബന്ധമായിട്ട് മേടിക്കാം. നമ്മുടെ ബാച്ച് സ്റ്റഡി സെന്ററിലെ കുട്ടികളൊക്കെ ഏകദേശം എല്ലാവരും ID കാർഡ് റിസീവ് ചെയ്തിട്ടുണ്ടാവും. സോ ഇനി ആർക്കും കിട്ടാണ്ടെങ്കിൽ നമ്മുടെ ബാച്ച് സ്റ്റഡി സെന്ററിന്റെ ടീമുമായിട്ട് അക്കാഡമിക് ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ മെറ്റീരിയൽസും ID കാർഡൊക്കെ അവർക്ക് അവിടുന്ന് പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്ത് പോകും. ഓക്കെ, സോ ID കാർഡ് ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നത്. സോ അത് നിങ്ങൾക്ക് അവിടെ കാർഡായിട്ട് തന്നെ കിട്ടും. ഓക്കെ, ആ ID കാർഡ് നോക്കുക, അതിലെന്തെങ്കിലും മിസ്റ്റേക്സുകളോ കാര്യങ്ങളോ, കാരണം നമുക്ക് ഡീറ്റെയിൽസുകൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സമയമാണ് ഇപ്പോൾ. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. അത് മാറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നം, ഞാൻ വീണ്ടും 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 ഇമ്പോർട്ടൻ്റ് പറയുന്നത് വെച്ചാൽ അതിപ്പോൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പരീക്ഷ എഴുതുന്നത് ആ തെറ്റുകളിലായിരിക്കും, പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് തെറ്റായിരിക്കും. ഇപ്പം നമുക്ക് മാറ്റാൻ ഈസിയാണ്, പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിന് നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ID കാർഡ് എല്ലാവരും നിർബന്ധമായിട്ട് റിസീവ് ചെയ്യാം. ഓക്കെ, സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ, ID കാർഡ് റിസീവ് ചെയ്യുക. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ഫീ അടക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ID കാർഡ് ഡീറ്റെയിൽസ് വേണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാം ഫീയുടെ ടൈമുകളൊക്കെ വന്നിട്ട് എങ്ങനെയാണ് നോക്കാം. വിത്തൗട്ട് ലേറ്റ് ഫീ, ഫൈൻ ഇല്ലാതെ പറയുന്നത് ഫോർ ഓൾ എലിജിബിൾ ലേണേഴ്സ് എൻറോൾഡ് ഇൻ സ്ട്രീം 1 ബ്ലോക്ക് 1 2024 ഫ്രഷ് ആയിട്ടുള്ള, നമ്മൾ മെയ് 2025 ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് 21 നവംബർ, അതായത് ഇന്നലെ അർദ്ധരാത്രി മുതൽ 20 ഡിസംബർ വരെ ഒരു മാസ സമയമാണ് നമുക്ക് എക്സാം ഫീ അടക്കാൻ. ഓക്കെ, ഇത് അവർ മുൻകൂട്ടി വാങ്ങണതാണ്. എക്സാം ഫീ കഴിഞ്ഞ ബാച്ചിലും മുമ്പത്തെ ബാച്ചിലൊക്കെ ഇതേപോലെ 4-5 മാസം മുമ്പ് തന്നെ എക്സാം ഫീ വാങ്ങി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് അടക്കണം. ഈ ഒരു 21 നവംബർ ടു 20 ഡിസംബർ വരെയാണ് മക്കളെ ഇത് തന്നെ അടക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാച്ചിലെ കുട്ടികളാണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് അത് അടക്കാനുള്ള ടൈം ഉണ്ടാവും. നമ്മൾ ആ തരുന്ന ടൈമിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുക. സോ അതല്ലാതെ കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മക്കളെ നിങ്ങളത് ക്ലിയർ ചെയ്തുകൊണ്ട്, കാരണം ലാസ്റ്റിലോട് എത്തുമ്പോൾ നമുക്ക് ആ പോർട്ടലിൽ ഇഷ്യൂസ് വരും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഫ്രഷ് കുട്ടികളല്ലാതെ ഫോർ ഓൾ എലിജിബിൾ ലേണേഴ്സ് രജിസ്റ്റേർഡ് എക്സാമിനേഷൻ ഫോർ പ്രയർ ടു November 2024, ഇപ്പോൾ നടക്കുന്ന പരീക്ഷ ഉണ്ടല്ലോ November 2024, ഇതിന് മുമ്പ് വരെയുള്ള ആ 5 വർഷത്തിനുള്ളിൽ എക്സ്പയർ ആവാത്ത കുട്ടികൾക്ക് ഫുൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ പരീക്ഷ എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വിത്ത് ലേറ്റ് ഫീ ഓഫ് 100 rupee പെർ സബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു 20 ഡിസംബർ കഴിഞ്ഞാൽ 21 ഡിസംബർ വരെ 21 ഡിസംബർ മുതൽ 31 ഡിസംബർ 10 ദിവസം നമുക്ക് ഒരു വിഷയത്തിന് 150 രൂപ അധികം നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും. അതായത് എക്സാം ഫീൻ്റെ കൂടെ തന്നെ ഒരു സബ്ജക്റ്റ് 150 രൂപ നമ്മൾ ലേറ്റ് ഫീ ആയിട്ട് കൊടുക്കണം ഫോർ ഓൾ എലിജിബിൾ ലേണേഴ്സ് മെൻഷൻ ഇൻ 1 and 2. അതായത് ഈ 2025 അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഈ ഡേറ്റിന് ശേഷം 20 ഡിസംബർ 12 മണിക്ക് ശേഷം, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും 20 ഒരിക്കലും പേയ്മെന്റ് മേടിക്കില്ല, നമ്മളതൊരു 18-15 ക്ലോസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമിൽ സൈറ്റിൽ ഇഷ്യൂ, നമ്മൾ പൈസ ഗവൺമെന്റിലോട്ട് കൊടുത്താലും NAOSലോട്ട് കൊടുത്താലും അത് ചിലപ്പോൾ അപ്ഡേറ്റ് ആവാത്ത ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്, സൈറ്റ് അത്രയും ഹാങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും മുൻകൂട്ടി ചെയ്യാൻ പറയുന്നത്. ഒക്കെ നമുക്ക് മുന്നേ ചെയ്തു വെച്ചാൽ റിസ്ക് ഇല്ല, നമുക്കെല്ലാം ക്ലിയർ ആവും. ഓക്കെ, പിന്നെ അത് പിന്നീട് നമുക്ക് 21 ശേഷമാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് ഒരു 150 രൂപ ഒരു സബ്ജക്റ്റ്, അപ്പോൾ 5 വിഷയമൊക്കെ എടുത്ത കുട്ടികൾക്ക് ഏകദേശം ഒരു 750 രൂപ എക്സ്ട്രാ ഫൈൻ അടക്കണം. നമുക്ക് ഒരു എക്സാം ഫീ എമൗണ്ട് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു 750 രൂപ അടക്കേണ്ടി വരും. ഇനി അത് മാത്രമല്ല, കൺസോളിഡേറ്റഡ് ലേറ്റ് ഫീ വരുന്നുണ്ട്. ഒരു സബ്ജക്റ്റിന് 1500 അല്ല 1600 ആക്കിയിട്ടുണ്ട്, ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1600 ഒരു വിദ്യാർത്ഥി കൺസോളിഡേറ്റഡ് ലേറ്റ് ഫീ അടക്കേണ്ടത്. സോ ഫോർ ഓൾ എലിജിബിൾ ലേണേഴ്സ് മെൻഷൻഡ് ഇൻ ദ 1 and 2 above എന്ന് മുതലാ 1 ജനുവരി മുതൽ 10 ജനുവരി വരെ. സോ ഈ 31 ഡിസംബറിന് ശേഷമാണ് നിങ്ങൾ ഫീ അടക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ പിന്നെ 1 ജനുവരി ടു ഈ 10 ജനുവരി വരെ നമ്മൾ എക്സാം ഫീൻ്റെ പുറമെ അധികമായിട്ടുള്ള കൺസോളിഡേറ്റഡ് ഫീ ആയിട്ടുള്ള 1600 രൂപ. അപ്പോൾ 1600 രൂപ മാത്രം അടച്ചാൽ പോരാ, അതിൻ്റെ കൂടെ അത്രയും സബ്ജക്റ്റിൻ്റെ എക്സാം ഫീ അടക്കേണ്ടി വരും. അപ്പോൾ മക്കൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഇപ്പോൾ എക്സാം ഫീ അടക്കേണ്ട സമയമാണ്. എക്സാം ഫീ അടക്കുമ്പോൾ നമുക്ക് എക്സാം ഫീ മാത്രം ഈ സമയത്തിനുള്ളിൽ അടച്ചു കൊടുത്താൽ മതി, 20 ഡിസംബറിനുള്ളിൽ. അപ്പോൾ നമുക്കൊരു 15-നുള്ളിൽ തന്നെ എല്ലാവരും ക്ലിയർ ചെയ്തുകൊണ്ട് എക്സാം ഫീ അടച്ചു വെക്കാം. ഇത് NAOS മുൻകൂട്ടിയിട്ട് വാങ്ങുന്നതാണ്, ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. എക്സാം ഒക്കെ വരാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. കഴിഞ്ഞ ബാച്ചിലും മുമ്പത്തെ ബാച്ചിലൊക്കെ NAOS ഡിപ്പാർട്ട്മെന്റ് മുൻകൂട്ടി ഫീ വാങ്ങുന്നുണ്ട്. സോ അതാണ് ഇപ്പോൾ ഇവിടെ
നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ഡേറ്റ് നോക്കുക, വിത്തൗട്ട് ലേറ്റ് ഫീ തന്നെ അടക്കാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ID കാർഡ് വാങ്ങാത്ത കുട്ടികളുടെ വേഗം തന്നെ ID കാർഡ് മേടിക്കുക, ബുക്സുകൾ മേടിക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒരുപാട് ഡിലേ ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ഗൈഡുകൾ, പുതിയ ഗൈഡുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. സോ ആ ബുക്സുകൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഗൈഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ID കാർഡും ബുക്സുകളൊക്കെ ഏകദേശം എല്ലാവർക്കും റിസീവ് ആയി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് നമ്മുടെ അക്കാഡമിക്സും ലോജിസ്റ്റിക്സും മേടിച്ചിട്ട് നിങ്ങൾ മേടിക്കുക. അതേപോലെ തന്നെ ID കാർഡ് വന്ന് നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് നമ്മൾ TMA ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ആ TMA വേണമെങ്കിൽ നമുക്ക് ID കാർഡ് വേണം. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽസുകളൊക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള നമുക്ക് എഴുതി തുടങ്ങാനുള്ളതാണ്. അത് ഇതേപോലെ തന്നെ നമുക്ക് 2 മാസം സമയമായിരിക്കും തരുന്നുണ്ടാവുക. അതേപോലെ ഇപ്പം പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് എക്സാം ഫീ അടക്കുന്ന കാര്യം. ഇത് ഒരിക്കലും ഡിലേ ആക്കരുത് മക്കളെ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞ എക്സാം ഫീ അടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, എക്സാം ഫീയുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഏപ്രിൽ മെയ് 2025 രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കുമുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസിന്റെ ടെലഗ്രാം ഗ്രൂപ്പ് വഴി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ എല്ലാ ഇൻഫർമേഷൻ പറയുന്നതാണ്. സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാ വീഡിയോസും നമ്മുടെ എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന എല്ലാ ഗൈഡൻസും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ഭാഗത്ത് നിന്ന് ഫ്രീ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിലോട്ടൊന്ന് ജോയിൻ ചെയ്യുക. നമ്മളെല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.